ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിതാ ഇന്നൊരു സ്ക്വയർ പീസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതാ ഇങ്ങനെ സ്കെയിൽ വെച്ച് കോർണർ ടു കോർണർ ഇതേപോലൊരു ലൈൻ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ വളരെ ഈസിയാണ്, ഫൈനൽ ലുക്ക് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം ആ ലൈനിൽ നമ്മൾ 1 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. വേണമെങ്കിൽ 2 സെൻറ്റിമീറ്ററും ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം ആ ഒരു മാർക്ക് ചെയ്ത ലൈനിൽ നിന്ന് ആ ഒരു കോർണറിലോട്ട് ഇങ്ങനെ ലൈൻ വരച്ച് ജോയിൻ ചെയ്ത് വരികയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ഭംഗിയുള്ള ആർട്ടാണ് കേട്ടോ. ചെയ്തെടുക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, ആർക്കും ചെയ്യാം. പക്ഷേ ഫൈനൽ ലുക്ക് സൂപ്പറാണ് കേട്ടോ. ഓപ്പോസിറ്റ് സൈഡിലും അതേപോലെ തന്നെ ആ മാർക്ക് ചെയ്ത ലൈനിൽ നിന്ന് കോർണറിലോട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാതും വരച്ചു കൊടുത്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ ഇപ്പോൾ എന്താണ് വരുന്നതെന്ന്. ഇനി ഇതാ ഈ ഒരു സൈഡും ഇതേപോലെ തന്നെ മാർക്ക് ചെയ്ത് വരച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം അതും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറേ കൂട്ടുകാരൊക്കെ ഇത് ചെയ്യുന്നതായിരിക്കും, പക്ഷെ ഞാനിത് ചെയ്തപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ ഒരു വീഡിയോ അറിയാത്തവർക്കും കൂടെ വേണ്ടി ഇടാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ അതിൽ വരുന്ന കോളംസൊക്കെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഫുള്ളായിട്ട് കളർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതും കൂടെ ചെയ്ത് വരുമ്പോൾ അടിപൊളി ലുക്കാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ എനിക്ക് അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ നമുക്ക് കളറൊക്കെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ കളർ ചെയ്തപ്പോൾ അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കുറച്ചുകൂടെ ഭംഗി. നോക്കി ഫൈനൽ ലുക്ക് വന്നപ്പോൾ അതാ ഇങ്ങനെ ഒരു ഹമ്പ് കയറി ഇറങ്ങുന്ന പോലത്തെ ഒരു ഫീലിംഗ്, ഒരു 3D എഫക്റ്റ് അല്ലേ. നല്ല രസമുണ്ട് കാണാൻ. അതാ ഒരു കാറൊക്കെ എടുത്ത് അതിലോട്ട് കയറുമ്പോൾ കയറ്റം കയറി ഇറങ്ങുന്ന പോലെ ഇത് തോന്നും കേട്ടോ നമുക്ക്. അപ്പം നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മൾക്ക് അധികം പണിയൊന്നുമില്ല, വരയ്ക്കാനോ ഒന്നും അറിയേണ്ട. സ്കെയിലും ഒരു പെൻസിലോ പെന്നോ എന്ത് വേണമെങ്കിൽ വെച്ചിട്ട് ഇതേപോലെ ഒരു പേപ്പറിൽ ഇങ്ങനെ അങ്ങ് വെച്ച് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി 3D ലുക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രെയിമും കൂടെ ചെയ്തൊന്ന് നോക്കി നോക്കാം അല്ലേ എങ്ങനെ ഉണ്ടാവുമെന്ന്. ഞാൻ അതിന് വേണ്ടിയിട്ട് ആ ഒരു ഫ്രെയിമൊക്കെ എടുത്ത് അതിലോട്ടൊന്ന് ഫ്രെയിം ചെയ്ത് സെറ്റ് ചെയ്ത് നോക്കുകയാണ് എങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ ഫൈനൽ ലുക്കൊന്നും കൂടെ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഫ്രെയിം ഉള്ളിൽ വെച്ച് ഒന്ന് നോക്കി. അപ്പോൾ ഇതാ അതിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഫ്രെയിം ചെയ്ത് വെച്ചിട്ടും നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരു 3D എഫക്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ ചെയ്ത് വോളിലൊക്കെയും ഡെക്കറേറ്റ് ചെയ്തും വെക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയല്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വളരെ ഈസിയാണ്, ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റിൽ പറയാൻ മറക്കരുത്. വീണ്ടും വരുവരേക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.